പ്ലാന്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് പ്ലാന്റ്സ് ഉള്ളത്. ഇത് ചീനത്തൈ, ടൊമാറ്റോൻ്റെ തൈയാണ്. ഇത് മൊത്തം വെജിറ്റബിൾസാണ് ഗൈസ്. ഇത് പീസ്, ഇത് ബ്രിഞ്ചാൾ. അപ്പം നമുക്കത് പ്ലാൻ ചെയ്യാൻ പോവാം ഗൈസ്. ഈ സ്ഥലം ഞങ്ങളെ പാരൻസ് ആണ് റെഡി ആക്കി തന്നത്. പിന്നെ അച്ഛൻ നമുക്ക് ഈ തൈ എല്ലാം തന്നേന് താങ്ക് യു. അപ്പോൾ നടന്നത് തുടങ്ങാം. പിന്നെ ഗൈസ് വടിയെടുക്കണ്ടേ കുഴി ഒഴിക്കാൻ. ഗൈസ് കുഴി ഒഴിക്കുകയാണ് ഗൈസ്. നമുക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്ലാൻ എടുത്തു. ഞാൻ പയറെടുത്തു ഗൈസ്. പയർ വന്നു. പയറ് കുഴിയിലേക്ക് വെച്ചിരിക്കുന്നു ഗൈസ്. ഇപ്പം ഞങ്ങൾ കുഴി ഒഴിക്കാൻ പോവാണ്. നമ്മുടെ നേരത്തെ കുഞ്ഞുകുഴി നമ്മൾ നേരത്തെ കുഴിച്ച് വെച്ചായിരുന്നു. അത് ഞങ്ങൾ വലുതാക്കാൻ പോവാണ് ഗൈസ്. ഞാൻ വലുതാക്കുവാണ്. വലുതാക്കി ഫസ്റ്റ് ഞങ്ങൾ പ്ലാന്റ് വെച്ചിരിക്കുന്നു ഗൈസ്. എൻ്റെ ഒന്നാമത്തെ പ്ലാന്റ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ പകുതി നട്ടു. നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് ഗൈസ്. ഇനി നടട്ടെ. ഞാൻ അടുത്ത പ്ലാന്റ് എടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ എടുത്തു. അടുത്ത കുഴി അടുത്തത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി എടുക്കാം. ഓളൊക്കെ വയ്ക്കുകയാണ്. ഇനി വെക്കട്ടെ. ഓള് വഹിച്ചിരിക്കുന്നു. ഇനി എടുത്ത് വെക്കട്ടെ. എടുത്ത് വെക്കാൻ പോവാണ് ഗൈസ്. നോക്കട്ടെ. കുഴിൻ്റെ അടുത്ത് വെച്ചു ഗൈസ്. ഞാൻ എൻ്റെ കുറേ പ്ലാന്റ് എൻ്റെ അഞ്ചാമത്തെ കഴിഞ്ഞു ഗൈസ്. ഇനിയും നടാനുണ്ട്. ഇനി അവിടെയാണ് ഗൈസ്. ഇനി ഈ ബാക്കിയുള്ള സാധനം എടുത്ത് ഞാൻ അങ്ങോട്ട് പോന്നു. അടുത്തത് ഞാൻ നടാൻ പോവാണ് ഗൈസ്. അടുത്ത് ഞാൻ വെക്കാൻ പോവാണ് ഗൈസ്. വെച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ അതിൻ്റെ മേലെ മണ്ണക്കിട്ടു. അങ്ങനെ ഒരു ഗൈസ് ഞങ്ങൾ നട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം, സൺലൈറ്റ് കിട്ടണം. അപ്പോൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഒരു ഷോട്ട് എടുക്കുന്നതാണ് എത്ര വലുതായെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം നട്ടതാണ്. ഞങ്ങളും പാരൻസും ഗ്രാൻഡ് പാരൻസും ഞങ്ങളെല്ലാവരും കൂടി നട്ടതാണ്. ഇത് ഞാൻ നട്ടത്. ഇവിടെ നട്ടത് അതാണ് ഗൈസ്. ഇതൊക്കെ ഗ്രാൻഡ് പാരൻസ് ആക്കി. ഇത് ഞാൻ നട്ടു. പിന്നെ ഇത് നമ്മുടെ പേരൻസ് നമ്മളെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ പേരൻസാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ താങ്ക് യു പേരൻസ്. അങ്ങനെ ഇത് മൊത്തം ഞങ്ങൾ നട്ടു. ഇനി ഇതും കൂടെ വലുതാകുമ്പോൾ ഞങ്ങൾ ഇതിനെ വെച്ചിട്ട് ഒരു ഷോട്ട് ഉണ്ടാക്കും ഗൈസ്. ലാസ്റ്റ് മന്താണ് നമ്മൾ നട്ടു. ഇത്രയും വലുതാവുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ആ പ്ലാന്റ് എങ്ങനെ ഇരിക്കും? നമ്മൾ നെക്സ്റ്റ് മന്ത് ഓൾഡ് വീഡിയോ എടുക്കുന്നതായിരിക്കും ആ പ്ലാൻ. ഇത് നോക്കുക ഗൈസ്. ഒരു മാസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു ടൊമാറ്റോ ഉണ്ടായി ഗൈസ്. പച്ചയാണ് ഗൈസ്. ഇവിടെ ഇതിൽ മൊത്തം ആയി ഗൈസ്. ഇവിടെ മൊത്തം ഉണ്ടായിട്ടുണ്ട്. ഇതാ അങ്ങനെ ഇതാ ഗൈസ്. നമ്മളെ മേലെ ഇതെന്തായിരുന്നു? പാവയ്ക്കേൻ്റെ മറ്റേ ചെടി മൊത്തം മേലെ കൂടെ കയറി എല്ലാ സൈഡിലേക്കും പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ അത്ര എത്തിയിട്ടില്ല, പക്ഷെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇത് ഞങ്ങൾ കഴിഞ്ഞ മാസം നട്ടതാണ്. ഇത് കഴിഞ്ഞ മാസം നട്ട തന്നെ ഈ പാവയ്ക്കയിൽ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് യെല്ലോ ഫ്ലവർ കാണുമെങ്കിൽ ഗൈസ് ലാസ്റ്റ് മന്ത് നട്ട് കുക്കുമ്പർ ഓൾറെഡി ഇച്ചിരി പൂ തുടങ്ങി. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് കുക്കുമ്പർ നിന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കൊണ്ട് നട്ട് വലിയതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഒരു കുഞ്ഞതും ഒരു വലിയ കുക്കുമ്പറും ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയണം, ഞാൻ മിസ്സായിപ്പോയി ഗൈസ്. പക്ഷെ ഇത് നോക്ക് ഗൈസ്, കഴിഞ്ഞ ദിവസം നട്ടതുകൊണ്ട് എപ്പോൾ തന്നെ ഒരു പാവക്ക ഉണ്ടായി. അപ്പോൾ ഇനി കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞ് ഇത് മൊത്തം എങ്ങനെ ഉണ്ടാവും ഗൈസ്?
ഇത് ഞങ്ങൾ ഇത് ഇന്ന് നട്ടത് മൊത്തമായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഒരു വീഡിയോ ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്